കേരളത്തിൽ സമാധാനമായി ജീവിക്കാം. പേക്കിനാവുകളില്ലാത്ത നിദ്ര കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ വിദ്വേഷത്തിന്റെ വിത്തുകളെറിഞ്ഞ് വിളവെടുപ്പ് നടത്തുന്നവർ നിരപരാധികളായ എത്ര മനുഷ്യരെ കൊന്നുതള്ളി. മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യരെ കൊന്നുകളഞ്ഞില്ലേ? അഖലാഖിന്റെ അനുഭവം ഇന്നും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി നമ്മുടെ മനസ്സിലില്ലേ? ആട്ടിറച്ചി വാങ്ങിയതാണ്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചതാണ്. പശുവിറച്ചിയാണെന്ന് ആരോപിച്ച് അടിച്ചു കൊന്നു. പിന്നീട് കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായി ആട്ടിറച്ചിയാണ് എന്ന്. ഇഷ്ടമില്ലാത്ത ഒരാളെ കൊല്ലണമെങ്കിൽ ഇങ്ങനെയും കൊല്ലാം എന്നതാണ് അനുഭവം. ഇത് UP-യിൽ മാത്രം നടന്നതല്ല. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. മലയാളിയായ അഷറഫ് മംഗലാപുരത്താണ് മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തി അഷറഫിനെ. ഒക്കെ അതിർത്തിക്കപ്പുറത്താണ്. അതിർത്തി കടന്ന് ഇങ്ങോട്ട് ഈ വിപത്ത് വന്നിട്ടില്ല. എന്താ കാരണം? ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ വർഗീയവാദികളെല്ലാം പാസ്പോർട്ടും വിസയും എടുത്ത് രാജ്യം വിട്ടുപോയോ? ഇല്ല, നമ്മുടെ നാട്ടിലുണ്ട്. ഈ എല്ലാ സൈസും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. 10 വർഷമായി കൊടിയ വർഗീയവാദികൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങി വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചാൽ, കലാപമുണ്ടാക്കിയാൽ, വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടിയാൽ ചെങ്ങലയിട്ട് തുറങ്കിലടയ്ക്കും. അതിന് പറ്റിയ ഭരണ സംവിധാനം ഈ കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, അവസരം പാർത്തിരിക്കുകയാണ്. UDF ഭരിക്കുമ്പോഴോ എല്ലാവരും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. എത്ര വർഗീയ കലാപങ്ങൾ, എത്ര ദാരുണമായ കൊലപാതകങ്ങൾ, നിരപരാധികളായ എത്ര മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ കൊല്ലപ്പെട്ടു. ഈ നാട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എത്ര അനുഭവങ്ങൾ. മാറാട് ഉൾപ്പെടെ, ഞാൻ അതെല്ലാം വിശദീകരിക്കുന്നില്ല, നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത ചോരപ്പാടുകൾ എത്ര ആ കാലത്ത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസയെ വെടിവെച്ച് കൊന്നത് പാലക്കാട്ട് പട്ടണത്തിലാണ് പോലീസ്. അതായിരുന്നു അന്നത്തെ കാലം. 10 കൊല്ലത്തിൽ എവിടെയെങ്കിലും പോലീസ് വെടിവെപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വർഗീയ കലാപം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? UDF-ന്റെ കാലത്ത് ഇത്തരം ശക്തികൾക്കെതിരെ ചെറുവിരലനക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ പിന്തുണയോടെയാണ് അധികാരത്തിലിരുന്നത്. ഇരുവർഗീയതയുമായി സന്ധി ചെയ്ത് അവരുടെ സഹായത്തോടെ അധികാരത്തിലേറിയപ്പോ അവർ സകല ശക്തിയും എടുത്ത് അഴിഞ്ഞാടി. മൂകസാക്ഷിയായി നിന്നു സർക്കാർ. വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയയുടെ പേരിൽ സ്വാഭാവികമായി കോഴിക്കോട് പോലീസ് ഒരു കേസെടുത്തു. വിശ്വ ഹിന്ദു പരിഷത്തും RSS-ഉം ഉമ്മൻചാണ്ടിയോട് ആജ്ഞാപിച്ചു, ഇപ്പൊ പിൻവലിച്ചോളണം കേസ്. മണിക്കൂർ വെച്ച് പിൻവലിപ്പിച്ചു. തിരുവനന്തപുരം MG കോളേജിൽ പുറമേ നിന്ന് വന്ന RSS-ന്റെ ക്രിമിനൽ സംഘം ഒരു പോലീസുകാരനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. ആ പോലീസുകാരന്റെ കാല് ചിതറിപ്പോയി. സ്വാഭാവികമായും വധശ്രമത്തിന് കേസ്. RSS ആജ്ഞാപിച്ചു, ഇപ്പൊ പിൻവലിക്കണം. ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു കേസ് പിൻവലിച്ചു. RSS ഇരിക്കാൻ പറയുമ്പോൾ മുട്ടുകാലിൽ ഇടയുന്ന വർഗീയതയുടെ ഭൃത്യന്മാരായിരുന്നു UDF-ന്റെ സർക്കാർ. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്ത അവരുടെ ഏജന്റന്മാരാണ് ജോലി ചെയ്തിരുന്നത്. പോപ്പുലർ ഫ്രണ്ടും RSS-ഉം ഹൈജാക്ക് ചെയ്ത ഭരണമായിരുന്നു UDF-ന്റെ ഭരണം. ഇപ്പൊ അനങ്ങുന്നില്ല വീരശൂര പരാക്രമികൾ. കാരണം ഇരുവർഗീയതയെയും അകറ്റി നിർത്തുന്ന കലർപ്പില്ലാത്ത മതനിരപേക്ഷ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ മുഖമുദ്ര. ഒരു വർഗീയവാദിയുടെയും പിന്തുണ ആവശ്യമില്ല. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷവാദികളായ സാധാരണ മനുഷ്യന്റെ പിന്തുണയാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം. നമുക്ക് സമാധാനപരമായ മനുഷ്യജീവിതം സാധ്യമായ നാടായി ഈ കേരളത്തെ സംരക്ഷിക്കണം, നിലനിർത്തണം. നാട് തകർന്നു പോകരുത്.